അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. ഇറാനും ഇസ്രയേലും അമേരിക്ക തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടി റഷ്യയും ചൈനയും ഇറങ്ങിക്കാം. നോക്കിക്കോ, ഇസ്രയേൽ എന്നൊരു രാജ്യം ഇനി ചാരമാവാൻ പോണേയുള്ളൂ. ഇറാൻ ഇപ്പം സഹായിക്കുന്നത് ആരാന്നറിയോ? റഷ്യയും ചൈനയും നേരിട്ട് രംഗത്തിറങ്ങിക്കാണ്. അതുകൊണ്ടാണ് ഇറാൻക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് അമേരിക്കൻ സൈനികർ ഗൾഫിൽ നിൽക്കുന്നത്, അവരെ വലിയ വലിയ ഓഫീസർമാർ നിൽക്കുന്നത്, ആ കൃത്യമായ ഹോട്ടലിൻ്റെ റൂമുകളിലേക്ക് പോയിട്ട് ഈ ബോംബാക്രമണം നടത്താൻ, മിസൈലാക്രമണം നടത്താൻ ഇറാന് കഴിയുന്നത്. ഇറാനിൽ നിന്നൊരു മിസൈൽ ഇസ്രയേലിലേക്ക് പോകണമെങ്കിൽ ഒരു 20 മിനിറ്റ് സമയമെടുക്കും. 15 മിനിറ്റ് 20 മിനിറ്റ് വരെ സമയമെടുക്കണം അങ്ങോട്ട് എത്തണമെങ്കിൽ. അപ്പോഴേക്കും സൗദിയിലുള്ള, ബഹ്റൈനിലുള്ള, അല്ലെങ്കിൽ ഇറാഖിലുള്ള, ജോർദാനിലുള്ള അമേരിക്കയുടെ റഡാർ സംവിധാനം ഇത് കണ്ടുപിടിക്കും പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്നറിയോ? ഈ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോണ ആ ഒരു മിസൈലോ അല്ലെങ്കിൽ ഡ്രോണോ അതിന് അവിടെ നിന്ന് തന്നെ തകർക്കും. അതോടൊപ്പം തന്നെ അവർ ഇസ്രായേലിലേക്ക് വിവരം അറിയിക്കും ഇവിടുന്ന് സാധനം വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഇറാൻ എന്ത് ചെയ്യുമ്പോഴും അതിനെ തകർക്കാൻ വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഈ സൗദിയിലും അതേപോലെ ഇറാഖിലും ജോർദാനിലും ബഹ്റൈനിലൊക്കെയുള്ള സംവിധാനം വെച്ചിട്ടാണ് ഇവർ തടുക്കുന്നത്. അതുകൊണ്ട് കുറേയൊക്കെ ഇവർ തടുക്കും. ഇനി തടുക്കാതെ എങ്ങനെയും അപ്പുറത്തേക്ക് പോയാൽ ആദ്യം തന്നെ ഇസ്രായേൽ അവിടെ സൈറം മുഴക്കും, ആളുകൾ മുഴുവനും ബങ്കറിക്കൊണ്ട് പോകും. ആ ബങ്കറിക്ക് പോയാൽ ഇത് എവിടെയെങ്കിലും വന്ന് പൊട്ടിയിട്ട് ആർക്കും ഒന്നും പരിക്കില്ല. ഇതാണ് യുദ്ധസമയത്തിൻ്റെ തുടക്കത്തിലുണ്ടായത്. ഇപ്പോൾ ഇറാൻ ചെയ്തതെന്നറിയോ? അമേരിക്കയുടെ ഗൾഫിലുള്ള എല്ലാ റഡാർ പരിശോധിക്കുന്ന സംവിധാനങ്ങളുമായിട്ട് തകർത്തു. ആദ്യ ദിവസം 130 കോടി രൂപയുടെ റഡാർ സംവിധാനങ്ങളാണ് ഇറാൻ തകർത്തത്. രണ്ടാമത്തെ ദിവസം $300 മില്യൺ റഡാർ സംവിധാനങ്ങൾ തകർത്തു. ഈ തകർത്തതോട് കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറാൻ വിടുന്ന മിസൈലുകളെ കുറിച്ചും ഡ്രോണിനെ കുറിച്ചിട്ടും കൃത്യമായുള്ള വിവരം അമേരിക്കൻ സൈന്യങ്ങൾ കിട്ടാതായി. ഇപ്പോൾ ഇസ്രായേൽ സംഭവങ്ങൾ എന്ന് വെച്ചാൽ തങ്ങളുടെ രാജ്യാതിർത്തികൾക്ക് വരുമ്പോഴാണ് അവർ അറിയുന്നത്. ഇത് മിനിറ്റുകൾക്ക് ഇവർക്ക് ബങ്കറിക്ക് പോകാൻ പറ്റണില്ല. ടെല്ലവീവിലൊക്കെ ഗംഭീരമായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഒരാളും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ഇടാൻ പാടില്ല. CNN-ഉം BBC അടക്കം കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരുടെ രാജ്യത്തെ നിയമം അങ്ങനെയാണ്, പാലിക്കട്ടെ. യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ഒക്കെ സ്വന്തം രാജ്യത്തെ തകർന്ന് നിൽക്കണ ഫോട്ടോ വിടാൻ പാടില്ല. അതുകൊണ്ട് കുറേ മലയാളികൾ അവിടെ ഇസ്രായേലൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളിവിടെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊന്നുമല്ല കാര്യം. ഇന്നലെ മാത്രം 2000-ഓളം പേർക്ക് പരിക്കേറ്റത്, 7ഓളം ആളുകളാണ് മരണപ്പെട്ടത്. അവരെ വിമാനത്താവളങ്ങളിലൊക്കെ ഇറാന് തകർക്കാണ്. ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങുമ്പോൾ ചെയ്ത 2 മണ്ടത്തരങ്ങൾ എന്താണെന്നറിയോ? ആ 2 മണ്ടത്തരങ്ങൾ, ഒന്ന്, ഫസ്റ്റ് ദിവസം ഒരു ആയത്തുല്ലാ ഖുമൈനി കൊന്നു. അതോടുകൂടിയിട്ട് അവരൊരു മിതവാദിയാണ്. ആര്? ഈ ആയത്തുല്ലാ ഖുമൈനി. അണുവായുധം ഉണ്ടാക്കരുത്, ആളുകൾക്ക് വലിയ മാരക പ്രഹരശേഷിയുള്ള ആക്രമണം നടത്തരുതെന്നൊക്കെ പറയുന്ന ഒരാളാണ്. ഇയാളങ്ങോട്ട് കൊന്നതോടുകൂടി ഇവർക്ക് പ്രതികാരമായി. രണ്ടാമത്തെ മണ്ടത്തരം, ആ 165 സ്കൂൾ കുട്ടികളുണ്ടല്ലോ, പാവങ്ങൾ, അവരെ കൊന്നു. ഇനി ഒരിക്കൽ പോലും ഇവർ ക്ഷമിക്കില്ല. ഇവർ വർഷങ്ങളായിട്ട് കാത്തിരിക്കണം. എന്തിനാരോ? അമേരിക്കയെ തകർക്കാനാണ്. അപ്പോൾ ആ നാട്ടിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ വലിയൊരു വിഭാഗത്തിൻ്റെ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ 165 കുട്ടികളെ കൂടി കൊന്നതോടെ അവരടക്കം ഇറാൻ സർക്കാരിനൊപ്പമായി. ഇപ്പോൾ പകരം വന്ന ഈ ആയത്തുല്ലാ ഖുമൈനിയുടെ മകൻ മുജ്തബ, അയാൾ വാപ്പാനെ പോലെ മിതവാദിയല്ല. അയാൾ അധികാരം ഏറ്റെടുത്ത ഉടനെ വിട്ടുകിണ മിസൈൽ ഇസ്രായേലിലേക്ക്. ഗൾഫ് രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത്, നിങ്ങളുടെ നാട്ടിൽ അമേരിക്കൻ സൈനിക താവളുണ്ടോ, നിങ്ങൾ സുരക്ഷിതരല്ല. UAE ഒക്കെ പാവം, ഒന്നും അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും എന്ന് പറയാന്നല്ലാതെ ഒരു അമേരിക്കയും പോലെ സഹായിക്കണില്ല. അവരവിടുന്ന് അമേരിക്കൻ സൈനിക താവളങ്ങൾ മാറ്റട്ടെ. സത്യത്തിൽ അമേരിക്ക ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ സൈനിക താവളം ഉണ്ടാക്കിയത് തന്നെ ഇറാന്റെ പേര് പറഞ്ഞിട്ടാണ്. ഇറാൻ ഭീഷണിയാണെന്ന് പറഞ്ഞിട്ടാണ്. ഇറാൻ ആക്രമിക്കാനാണ്. ഇത് ഇറാൻക്കറിയാം. അപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ ടാർഗറ്റ് അല്ല. ഈ അമേരിക്കക്കാർ എവിടെയൊക്കെ താമസിക്കുന്നു, എവിടെയാണ് ഇവരുടെ സൈനിക താവളങ്ങളുള്ളത്, റഡാർ സംവിധാനങ്ങളുള്ളതെന്നൊക്കെ ഇറാൻക്ക് എങ്ങനെ കിട്ടണമെന്ന് അറിയാം. ഇറാൻക്ക് കിട്ടാൻ ഇറാൻ്റെ കയ്യിൽ മൊസാദിൻ്റെ പോലെയോ CIA-യുടെ പോലെയോ വലിയ ചാരന്മാരോ വലിയ രഹസ്യാന്വേഷണ ഏജൻസിയൊന്നുമില്ല. ഇത് കൊടുക്കുന്നത് റഷ്യയും ചൈനയുമാണ്. എങ്ങനെ? ഉപഗ്രഹം വഴി. റഷ്യ കൃത്യമായിട്ട് കൊടുക്കുകയാണ് ഇറാൻക്ക്. ഇതാ ഇന്ന സ്ഥലത്ത് അമേരിക്കയുടെ സൈനിക നേതാവുണ്ട്, ആ ഹോട്ടലിലേക്കാണ് ഡ്രോൺ പോണത്, അയാൾ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട കണക്ക് അമേരിക്കയോ ഇസ്രായേലോ പുറത്തുവിടുന്നില്ല. ഇപ്പം ഇന്നലെ UAE ഗൾഫിൽ ഇറങ്ങിയൊരു മലയാളി, അവിടെ UAE എയർപോർട്ടിൽ ഇറങ്ങിയ മലയാളി, മൂപ്പരി അവിടെ ആക്രമണം നടക്കുന്നതിന് വീഡിയോ എടുത്ത പാട് അറിഞ്ഞിട്ട് അയാൾ അറസ്റ്റ് ചെയ്തു. ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷിതത്വം നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല, വിവരങ്ങൾ കൈമാറാൻ പാടില്ല, നിയമങ്ങളുണ്ട്. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലയൊക്കെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഹോർമുസ് ഇടുക്കിയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കണില്ല. മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലും അമേരിക്കനും മാത്രമേ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യക്കാരുടെ എണ്ണ ബോട്ട് കപ്പൽ പോകട്ടെ എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇറാൻക്ക് കൃത്യമായിട്ട് അറിയാം ചൈനയുടെയും റഷ്യയുടെയും ഉപഗ്രഹ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ ആ ഒരു ശക്തിയോട് കൂടിയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ മിസൈൽ ആക്രമണം നടത്തുന്നത്. നോക്കിക്കോ, ഈ യുദ്ധത്തിൽ ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത വിധം ഇസ്രയേൽ തകരും. ഇതൊക്കെ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിന് പടച്ച റബ്ബ് ഭൂമിയിൽ നിന്ന് കൊടുക്കണ ശിക്ഷ കേട്ടോ. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി നമ്മൾ മറന്നോ? കഴിഞ്ഞ റമദാനിലൊക്കെ കുഞ്ഞുങ്ങൾ പട്ടിണി കടന്ന് മരിച്ചത്, അവർ നിലവിളിച്ചോടിയത്, അവരെ ബോംബാക്രമണം നടത്തി ഇല്ലാതാക്കിയതും ആയുധശേഷി ഇല്ലാത്തൊരു വർക്കത്തെ. കഴിഞ്ഞ വർഷം 12 ദിവസം ഇറാനുമായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തിയല്ലോ, അന്ന് അമേരിക്ക ഇടപെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് നിന്നുപോയത്. അന്ന് തന്നെ ഇസ്രായേലിനെ പതനം ആരംഭിച്ചതാണ്, പക്ഷെ അമേരിക്ക ഇടപെട്ട് നിർത്തി. ഇപ്പം ഇന്ന് അമേരിക്കക്ക് ഇടപെടാൻ പറ്റൂല, കാരണം അമേരിക്ക ഇതിൽ പങ്കാളിയാണ്. ആ കുഞ്ഞുങ്ങളെ കൊന്നത് അമേരിക്ക ഇട്ട ബോംബാണ്, ഇസ്രായേലിനല്ല. അമേരിക്ക ബഹ്റൈനിൽ നിന്നിട്ട ബോംബിലാണ് ആ സ്കൂൾ പോയത്. മുമ്പ് ആ സ്കൂൾ ഒരു സൈനിക താവളമായിരുന്നു. അപ്പോൾ അവർ പഴയ ലൊക്കേഷൻ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്ത് ആക്രമിച്ചത്. ആ സ്കൂൾ കുട്ടികൾ 165 കുട്ടികൾ മരണപ്പെട്ടു. യുദ്ധക്കുറ്റല്ലേ. എന്നിട്ട് ഇപ്പോൾ അമേരിക്ക പറയുകയാണ് അത് ഇറാൻ്റെ ബോംബ് തിരിച്ചു വന്നതാണ്. ഇറാൻ അങ്ങോട്ട് പോകുമ്പോട്ടപ്പോൾ ഇങ്ങോട്ട് വന്നാത്രേ. എന്ത് പച്ച കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുക. എന്തായാലും ഈ യുദ്ധത്തിൽ ഇറാൻക്ക് കൃത്യമായിട്ട് മനസ്സിലായി, അവരെ നേതാവ് ഇപ്പോൾ മുജ്തബ എന്ന് പേരുള്ള അയത്തുല്ലാ ഖുമൈനിയുടെ മകനാണ്. അയാൾ വാപ്പാനെ പോലെ മിതവാദിയല്ല. ഇറാൻക്ക് ഇസ്രായേൽ ചെയ്ത വലിയൊരു മണ്ടത്തരം, ഇസ്രായേലും അമേരിക്ക മണ്ടത്തരം, ഒന്നാമത് ആ അയത്തുല്ലാ ഖുമൈനിയെ കൊന്നു. കാരണം അതോടുകൂടി അവർക്ക് മിതവാദി എന്നൊരു നേതാവ് പോയി. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ചങ്കൂറ്റമുണ്ടായി. അവരെ കറക്റ്റായിട്ട് നിയന്ത്രിച്ചിരുന്ന, അവരെ പിടിച്ചു വെച്ചിരുന്ന ഒരു നേതാവില്ലാതായി. ഇനി അവർ എന്തും ചെയ്യുന്ന സാഹചര്യത്തിലാണ്. അവരെ കയ്യിൽ ഇനിയും ആയിരക്കണക്കിന് മിസൈൽ ശേഖരങ്ങളുണ്ട്. അവർ പല മിസൈലുകൾ അവർ പുറത്തെടുത്തിട്ട് ഇനി എടുക്കാൻ പോകണുള്ളൂ എന്നാണ് പറഞ്ഞത്. മുജ്തബ അധികാരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ പുറത്തെടുക്കാത്ത സാധനം എടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ ബങ്കറുകളിലൊന്നും അവർ സുരക്ഷിതരല്ല. ഗൾഫ് രാഷ്ട്രങ്ങൾ നിൽക്കുന്ന ആളുകൾ വിവരങ്ങൾ പുറത്തുവിടായിട്ടാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾ ഇനി ചെയ്യേണ്ടത് അമേരിക്കൻ സൈനിക താവളങ്ങളൊക്കെ അടക്കി പൂട്ടിക്കോളി, വല്ല സലാമത്തായിക്കോളെ. ഒരു അമേരിക്കയും കൂടെ സഹായിക്കൂല. ഇനിയിപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുമെങ്കിൽ ഈ സൈനിക താവളങ്ങളൊക്കെ ആക്രമിച്ചിട്ട് അവർക്ക് നല്ല ആയുധങ്ങൾ വേണമല്ലോ. ആയുധങ്ങൾ എവിടുന്നാണ് കിട്ടുക? അതും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങേണ്ടി വരും. എങ്ങനെ നോക്കിയാലും അമേരിക്കക്ക് ലാഭമാണ്. ഇസ്രായേലിനെതിരെ ഇപ്പോൾ പ്രതിഷേധം നടക്കണം, യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട്. അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ കുറേ മതനേതാക്കന്മാർ ഇവർക്ക് വേണ്ടി ദ്വാരിക്കുന്നുണ്ട്, ട്രംപിന് വേണ്ടിയിട്ടും. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഇറാൻകാർ ശിയാക്കളല്ലേ എന്ന് പറഞ്ഞ് അവരെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇസ്രായേലിനും അമേരിക്കയിലും അവകാശം എന്നറിയോ? ഇറാൻ്റെ ആകാശങ്ങൾ മുഴുവനും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നുള്ളത്. സത്യത്തിൽ ഇസ്രായേലിൻ്റെ ആകാശമാണ് ഇറാൻ്റെ നിയന്ത്രണത്തിൽ. ഇപ്പം കറക്റ്റായിട്ട് അവർ മിസൈൽ ഇടുമ്പോൾ ഇസ്രായേലിന് മനസ്സിലാവണില്ല അത് എപ്പോഴാണ് വരുന്നത്. ഒരു ബോംബാണ് ഒരു മിസൈലാണ് വരുന്നത്. അത് ക്ലസ്റ്ററാണ്. അത് പൊട്ടാൻ നേരത്ത് 80ഉം 70ഉമായിട്ട് തലങ്ങൾ മുഴുവനും തകർക്കണം, ആളുകൾ മുഴുവനും കൊല്ലപ്പെടുകയാണ്. ഗസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിൻ്റെ പാപം നിങ്ങൾ വിട്ടുപോകില്ല. അത്രയും വലിയ ക്രൂരതയാണ് ഇസ്രായേൽ ചെയ്തത്. അമേരിക്ക ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ടുള്ളൊരു ദുരന്തം എന്നറിയോ? ഇതിൻ്റെ ദുരന്തം ലോകം മുഴുവനും ഉണ്ടാവും. എണ്ണയുടെ വില കൂടുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, ഗൾഫിലുള്ളവരെ ജോലി നഷ്ടപ്പെടുന്നു. നമ്മുടെ പണ്ടത്തെ 90കളിൽ ഇറാഖ് ഗൾഫ് യുദ്ധം ഓർമ്മയില്ലെങ്കിൽ ഒരുപാട് പേര് ഗൾഫിൽ നിന്ന് മതിയാക്കി വരേണ്ടി വന്നു. യുദ്ധം വല്ലാത്ത മുറിവേൽപ്പിക്കും. ഇതൊരാളെ നമ്മൾ ദുആ ചെയ്യും, നമ്മൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ. ഇതൊരു വലിയ നാശനഷ്ടത്തിലേക്കാണ് പോകണം. ഞാൻ ഇതുവരെ പറഞ്ഞ ഇതിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ഞാൻ പറയാൻ പോണത്. ഇത് ഏത് വിധേനയുള്ള ആളുകളെയും തകർക്കും. നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് സാധനം വാങ്ങാൻ നേരത്തെ ഇപ്പോൾ ഗൾഫിലേക്ക് പല പച്ചക്കറിയും കിട്ടുന്നില്ല, വലിയ വില കൊടുക്കേണ്ടി വരികയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ട പച്ചക്കറികളാണ് പോവാതെ കിടക്കണത്. അപ്പോൾ യുദ്ധം എന്നുള്ളത് എല്ലാവരെയും തകർക്കും. ഗൾഫിലൊന്നും സംഭവിക്കണില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് നട്ടല്ലില്ല. അവർ നട്ടല്ലില്ലായ്മയാണ് അവരുടെ വിജയം എന്നാണ് പറയുന്നത്. അല്ലാഹു ആലം, ആയിക്കോട്ടെ. പക്ഷേ ഈ സൈനിക താവളങ്ങൾ അവിടുന്ന് ഒഴിവാക്കിയിട്ട് സ്വന്തം നിലക്ക് ഇറാനെ പോലെ തൻ്റെ ഇടത്തോടെ നിൽക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ രാജ്യത്തിന് ഒരു കരുത്തുണ്ടാവുക. ഇതിന് പകരം അവർ അമേരിക്കയുടെ വാലാട്ടി പട്ടികളാണ്. ചിലയിടത്തൊക്കെ ഇസ്രായേലിനെ തോന്നുന്നു ബോംബിടുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾ കിട്ടിയ ചാൻസിൽ ഒരു കൊണ്ടിടുകയാണ്. അവർക്ക് ആര് വീണാലും ഓരോ വാർത്തകളൊക്കെ മൂടി വെക്കും. എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കുന്നുണ്ട്. സഹായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഇറാന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് റഷ്യയുടെയും ചൈനയുടെയും സാങ്കേതിക സഹായങ്ങൾ നേരിട്ട് അവർ ഇറങ്ങിയിട്ടില്ലെങ്കിലും സാങ്കേതിക സഹായങ്ങളുണ്ട്. ആ സാങ്കേതിക സഹായങ്ങളുടെ മിടുക്കോട് കൂടിയാണ് ഓരോ ഇസ്രായേലിനെയും അമേരിക്കനെയും ഇറാൻ തകർക്കുന്നത്. ഇത് സത്യത്തിൽ ഇങ്ങനെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും തകരുമോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.